കമ്മീഷനിംഗ് ദിവസവും വിഴിഞ്ഞത്ത് വിട്ടൊഴിയാതെ വിവാദം. വിഴിഞ്ഞം പദ്ധതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മപ്പെടുത്തി UDF നേതാക്കൾ രംഗത്തെത്തി. വേദിയിൽ ഇരിപ്പിടമുണ്ടായിട്ടും കമ്മീഷനിംഗ് ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുനിന്നു. തുറമുഖത്തിന്റെ പേരിൽ വർഷങ്ങളായി രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച വാക്പോരും വിവാദങ്ങളും കമ്മീഷനിംഗ് ദിവസവും മാറി നിന്നില്ല. പദ്ധതി നടപ്പാക്കുമെന്ന 2015 ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രസംഗം പങ്കുവച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കമ്മീഷനിംഗ് വേദിയിൽ ഇരിപ്പിടമൊരുക്കിയെങ്കിലും VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മപ്പെടുത്തി UDF നേതാക്കളും. നിശ്ചയദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് UDF ഗവൺമെൻറ് കാലത്താണ്. ഇതുകൊണ്ടൊന്നും ഈ രണ്ടു പേർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കും മുമ്പ് കോവളം MLA M വിൻസെന്റ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. വിഴിഞ്ഞം യാഥാർത്ഥ്യമായെങ്കിലും പദ്ധതിയുടെ ക്രെഡിറ്റിൽ തർക്കത്തിന് അവസാനമില്ല. കണക്കുകൾ നിരത്തിയും ചരിത്രം പറഞ്ഞും രാഷ്ട്രീയ പോർമുഖമായി കൂടി ഇനിയും തുടരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.